വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും ഇന്ത്യ സഖ്യം ഒന്നിച്ചു മത്സരിക്കില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിലും ഹരിയാനയിലും ഇന്ത്യ ബ്ലോക്ക് ഒരുമിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്ത്യ സഖ്യം ഒരുമിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളും മറ്റ് സഖ്യകക്ഷികളും ധാരണയുണ്ടാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ബ്ലോക്ക് ഒരുമിച്ച് തന്നെ പോരാടും. പഞ്ചാബിൽ ഇന്ത്യ സഖ്യമില്ല. ഹരിയാനയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റ് നൽകിയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ജാർഖണ്ഡിൽ JMMുമായും മഹാരാഷ്ട്രയിൽ ശിവസേനയും NCPയും തമ്മിലും കോൺഗ്രസ് സഖ്യത്തിലാണ്. സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും ബന്ധപ്പെട്ട സഖ്യകക്ഷികളും സമ്മതിക്കുന്നിടത്ത് ഒരു സഖ്യമുണ്ടാകുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ജാർഖണ്ഡ്, ഹരിയാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഈ വർഷം അവസാനവും ഡൽഹിയിൽ അടുത്ത വർഷം ആദ്യവും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതേസമയം BJPക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രൂക്ഷ വിമർശനം തന്നെ അദ്ദേഹം ഉയർത്തി. പാർലമെന്റിന് പുറത്ത് സമവായത്തിന് ആഹ്വാനം ചെയ്തെങ്കിലും അതിനുള്ളിൽ ഏറ്റുമുട്ടലാണ് BJP തിരഞ്ഞെടുത്തതെന്നും അവർ പരാധ ജീവികളാണെന്നും പ്രാദേശിക പാർട്ടികളെ ഭക്ഷിച്ചാണ് BJP സ്വാധീനം ഉറപ്പിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. 18ാം ലോക്സഭയുടെ ആദ്യ സെക്ഷൻ കാണിക്കുന്നത് ആക്രമണാത്മകവും പുനരുജ്ജീവിപ്പിച്ചതുമായ പ്രതിപക്ഷം ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ്. 2024 തിരഞ്ഞെടുപ്പ് ഫലം മോദിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരവും രാഷ്ട്രീയവും ധാർമ്മികവുമായ തോൽവിയാണ്. ലോക്സഭയിലെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം BJP വളച്ചൊടിച്ചെന്നും ജയറാം രമേശ് ആരോപിച്ചു. പാർലമെന്റിലും അദ്ദേഹം അത് ചെയ്തതിൽ അതിശയിക്കാനില്ല എന്നും തികച്ചും ന്യായമായ പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്നും ജയറാം രമേശ് പറഞ്ഞു. ഭരണകക്ഷി നേതാക്കൾ ജനങ്ങളെ വർഗീയമായി വിഭജിക്കുന്നുവെന്നാരോപിച്ച് രാഹുൽ BJPക്കെതിരെ ആക്രമണം നടത്തിയിരുന്നു. സഭയിൽ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും നടപടിയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് അക്കാര്യത്തിൽ രാഹുലിന് പേടിയില്ല എന്നായിരുന്നു ജയറാം രമേശിന്റെ മറുപടി. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ജനവിധിയും പ്രധാനമന്ത്രിക്ക് വാരണാസിയിൽ ലഭിച്ച ജനവിധിയും തമ്മിൽ താരതമ്യമില്ലെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ചയിൽ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ മോദി പരിഹസിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയുണ്ടായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ MPമാർ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇടപെടാൻ അനുമതി നൽകാതിരുന്നതുകൊണ്ടായിരുന്നു പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. പ്രതിപക്ഷം അവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കേൾക്കാൻ നിൽക്കാതെ ഓടിപ്പോകാറാണ് പതിവെന്നാണ് മോദി ഇതിനെതിരെ കുറ്റപ്പെടുത്തിയത്. ഇതിനിടെ മോദിയുടെ മറുപടി പ്രസംഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നിരിക്കുകയാണ് BJDയും. ഇത് BJPയെ ഞെട്ടിച്ചിരിക്കുകയാണ്.